നമസ്കാരം. ഭാരത് ബെൻസിൻ്റെ പിനിയൻ നട്ട് അഴിക്കുന്ന സ്പാനർ ടൂൾ വണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഡ് ടെസ്റ്റ് നമ്മൾ രാധാകൃഷ്ണാശാൻ വർഷം ലക്ഷ്മി ഓട്ടോമൊബൈൽസ് പാലിയക്കരയിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻസായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനാണിത്. അപ്പോൾ അതിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചത് നമ്മൾ ഈ സ്പാനർ ഉപയോഗിച്ച് ഇത് അഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് പട്ടാള മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി ആശാൻ്റെ അടുത്ത് സെറ്റിങ്ങിന് വേണ്ടി വന്നിരുന്ന ഒരു ഡിഫറൻഷ്യൽ കേസാണ്. അപ്പോൾ ആശാനെ സെറ്റ് ചെയ്ത് പിന്നെ കേട്ട് ലോക്കൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മളുടെ സ്പാനർ ഉണ്ടോയെന്ന് ടെസ്റ്റ് അടിക്കണ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ അവിടെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുറുക്കിയതാണ്, നിനക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അത് കൊണ്ടുവന്ന് അത് മുറുക്കിയതിൻ്റെ മുകളിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കുകയോ അഴിക്കുകയോ അല്ല, ഈ പല്ലിന് ബലമുണ്ടോ ഇല്ലേ എന്ന് അറിയണം, അത് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണോ അറിയണം, അത്രേ ഉണ്ടായുള്ളൂ. അതല്ലാതെ നിങ്ങളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച പോലെ ആശാനത് ലോക്ക് കാണാത്തത് കൊണ്ടോ അതല്ലെന്നെങ്കിൽ അത് ശ്രദ്ധിക്കാതെ തന്നെ അഴിക്കാൻ ശ്രമിച്ചതോ ഒന്നുമല്ല. പുള്ളി ഒട്ടും ഇതില്ലാത്ത ആശാനല്ല. ഒരുപാട് വർഷങ്ങളുടെ 54 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആശാനാണ്. നിങ്ങളിൽ പലരും അപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ അത്രയും എക്സ്പോഷറുകളൊന്നും തന്നെ അല്ലെങ്കിൽ അറിവോ അങ്ങനെ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ഒന്നും തന്നെ ആ കാലഘട്ടങ്ങളിൽ ആശാന്മാർക്കില്ല. എന്ന് വെച്ചിട്ട് അവരാരും മോശക്കാരല്ല. അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള അറിവൊക്കെ അവർ ഇത് ചെയ്യുന്നുണ്ട്. കാലത്തിനൊപ്പം ഓടാത്തവർ തളർന്നു പോകുന്നുണ്ട്, ഓടുന്നവർ ഇപ്പോഴും നന്നായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പക്ഷേ അറിവിൻ്റെ കൂമ്പാരമാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരസ്പരം സഹായിക്കാനും അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ ഗൂഗിളും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വരദാനമാണ്. അതുകൊണ്ടാണല്ലോ വളരെ ചെറുപ്പത്തിലെ 25 വയസ്സിന് തുടങ്ങിയുള്ള ആശാന്മാർ വരെ നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നൂടെ.